പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ സത്യ ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഹരവും നീക്കുണ്ടായിരിക്കട്ടെ. ആമേൻ. എൽദോ നോമ്പിലേക്ക് വളരെ വേഗം പെരുന്നാളിന്റെ ദിവസങ്ങളിലേക്ക് സഭ വളരെ ആഘോഷത്തോടെ പ്രവേശിക്കുവാൻ തക്കോടുള്ള നോമ്പിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഈ ദിവസങ്ങളിൽ വല്ലാതെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരു വ്യക്തിത്വമാണ് വിശുദ്ധനായ യൗസേപ്പ് പിതാവ്. അദ്ദേഹത്തിന് വേണ്ടുന്നതായ പരിഗണനകൾ സഭയിൽ നൽകുന്നുണ്ടോ എന്നുള്ളത് മറ്റൊരു ചിന്തയാണ്. എങ്കിലും ആ പുണ്യപ്പെട്ട പിതാവിനെ ഓർക്കുന്ന സമയമാണ് ഈ ഞായറാഴ്ച. ഈ ഞായറാഴ്ച വിശുദ്ധ യൗസേപ്പിനുണ്ടായ വെളിപാടിന്റെ ഓർമ്മ സഭ ആചരിക്കുന്ന ദിവസമാണ്. കുറച്ചു കാലം മുമ്പ് ഉണ്ടായ ഒരു സംഭവം ഇങ്ങനെ ഓർക്കുകയാണ്. ഒരമ്മ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, മകള് പുതിയ പഠിത്തം തുടങ്ങി, കോളേജിലായി, അവളുടെ പഴയ സ്വഭാവത്തിനൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. അവൾ പഴയതുപോലെയല്ല അച്ഛാ, ഇപ്പോഴേ വീട്ടിലൊന്നും സംസാരിക്കാറില്ല. ഞങ്ങളോടൊക്കെ ഒരു അകൽച്ച അവൾ കാണിക്കുന്നുണ്ട്. അവൾക്ക് എന്തോ സ്വഭാവത്തിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അച്ഛൻ എപ്പോഴെങ്കിലും സമയം പോലെ അവളോടൊന്ന് സംസാരിക്കണം. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവളെ എനിക്ക് വളരെ സൗകര്യമായിട്ട് സംസാരിക്കാനുള്ള ഒരിടത്ത് വെച്ച് കാണാനും സംസാരിക്കാനുമായിട്ട് സാധിച്ചു. ഞാൻ ആ മോളോട് ചോദിച്ചു, നിന്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു വ്യാകുലതയുണ്ട്, എന്താണ് നിനക്ക് സംഭവിച്ചത്? കുറച്ചു നേരം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അമ്മ പറഞ്ഞതുപോലെ മകൾക്ക് യാതൊരു പ്രശ്നമില്ല, നേരെ മറിച്ച് അമ്മയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ട് താനും. കുഞ്ഞ് പ്രായപൂർത്തിയാകുന്നു, പുതിയ അധ്യയന വർഷങ്ങളിലേക്ക് പ്രവേശിക്കുന്നു, പുതിയ പഠന കേന്ദ്രങ്ങളിലേക്ക് പോകുന്നു. അവൾ കുറെ കൂടി തന്നിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടോ എന്ന ചിന്ത, അവൾ കുറെ കൂടി സ്വതന്ത്രയാകുന്നുണ്ടോ എന്നുള്ള ചിന്ത അമ്മയെ വല്ലാതെ വ്യാകുലപ്പെടുത്തി. അതുകൊണ്ട് തന്നെ അവൾ തൊട്ടതും പിടിച്ചതും ഒക്കെ അമ്മയ്ക്ക് കുറ്റമായി. ഓരോ പുതിയ ദിവസങ്ങളിലും കോളേജിൽ നടക്കുന്ന സംഭവങ്ങൾ മകളെ വീട്ടിൽ വന്ന് പറയുമ്പോൾ അമ്മ അതേക്കുറിച്ച് വ്യാകുലപ്പെടുകയും വളരെ ഒച്ചയോടെ അവളോട് സംസാരിക്കുകയും മറ്റുള്ളവരുടെ മുമ്പിൽ ഇവൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞ് അവളെ കളിയാക്കുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെടുകയും ചെയ്യാൻ തുടങ്ങി. സ്നേഹക്കൂടുതൽ കൊണ്ടാണ്. പക്ഷെ വളരെ താമസിക്കാതെ ആ പ്രിയപ്പെട്ട മകൾ അമ്മയിൽ നിന്ന് പല കാര്യങ്ങളും പറയാതെ മറയ്ക്കാനായിട്ട് തുടങ്ങി. വീട്ടിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ വളരെ വേഗത്തിൽ നാട് മുഴുവൻ പാട്ടാകുന്നു എന്നുള്ള ചിന്ത മകൾക്ക് തുടങ്ങി. അതോടെ അവൾ അമ്മയിൽ നിന്ന് അകലാനും തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഇത് പലപ്പോഴും നമ്മുടെ എല്ലാ വ്യക്തി ജീവിതങ്ങളിൽ സംഭവിക്കുന്ന, നമ്മുടെയൊക്കെ സൗഹൃദങ്ങളിൽ സംഭവിക്കുന്ന, കുടുംബജീവിതങ്ങളിൽ സംഭവിക്കുന്ന ഒരു സാധാരണ സംഭവമായിട്ട് മാറ്റപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ ചിന്തയ്ക്ക് പിതാക്കന്മാരെ ക്രമീകരിച്ചിരിക്കുന്നത് വിശുദ്ധ മത്തായി ശ്ലീഹായിൽ എഴുതപ്പെട്ട രക്ഷാസുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. യൗസേപ്പിനുണ്ടായ വെളിപാട്. കന്യകമറിയാം ഗർഭിണിയായെന്ന് തിരിച്ചറിയുന്ന, മനസ്സിലാക്കുന്ന യൗസേപ്പ് അവളെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കുവാനായിട്ട് തീരുമാനിക്കുകയാണ്. ഞാൻ കാരണം അവൾക്കൊരു പ്രതിസന്ധി ഉണ്ടാകരുത് എന്നുള്ള ദൃഢനിശ്ചയത്തിൽ ആരോരും അറിയാതെ രഹസ്യമായിട്ട് അവളെ ഉപേക്ഷിക്കാൻ യൗസേപ്പ് തീരുമാനിക്കുന്നു. എന്നാൽ അന്ന് ദൈവത്തിന്റെ മാലാഖ സ്വപ്നത്തിൽ യൗസേപ്പിനെ പ്രത്യക്ഷപ്പെട്ടിട്ട് അവനോട് പറയുകയാണ്, കന്യക ഗർഭിണിയായിരിക്കുന്നതിന്റെ മുഴുവൻ രഹസ്യങ്ങളും അത് ദൈവാത്മാവിനാലാണ് എന്ന് തിരിച്ചറിയുക, അവളെ ഉപേക്ഷിക്കരുത് എന്ന് അവനോട് ഉത്ബോധിപ്പിക്കുകയാണ്. പ്രധാനമായും 3 ചിന്തകളാണ് ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് ഞാൻ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ കുടുംബ പശ്ചാത്തലമില്ലേ, ആ കുടുംബമില്ലേ, എന്താണ് അവിടെ സംഭവിച്ചത്? പരസ്പരം ആശയങ്ങൾ കൈകാര്യം ചെയ്യാനും തുറന്നു പറയാനുള്ള വേദികൾ ഭവനങ്ങളിൽ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. 3 മാസം ഗർഭിണിയായ ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി, അവൾക്ക് തനിക്ക് സംഭവിച്ചതായ കാര്യങ്ങളെക്കുറിച്ച് തൻ്റെ ഭർത്താവായിരിക്കുന്നവരോട് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം നസറത്തിലെ കൊച്ചു ഭവനത്തിൽ യൗസേപ്പ് ഒരുക്കി എന്നുള്ളതാണ് യൗസേപ്പിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. സ്വതന്ത്രമായും വിശ്വാസപൂർവ്വവും സംസാരിക്കാനുള്ള ഒരു വേദിയാക്കി കുടുംബത്തെ മാറ്റിയെടുക്കാൻ, നസറത്തിലെ കൊച്ചു ഭവനത്തെ മാറ്റിയെടുക്കാൻ വിശുദ്ധനായ യൗസേപ്പിന് സാധിച്ചു. നമുക്ക് അത് സാധിക്കുന്നുണ്ടോ? നമ്മുടെ കുടുംബജീവിതങ്ങളിൽ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ, സൗഹൃദങ്ങളിൽ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ, സ്നേഹിതർ തമ്മിലുള്ള ബന്ധത്തിലൊക്കെ സ്വതന്ത്രമായും വിശ്വാസപൂർവ്വവും ഒന്ന് പരസ്പരം പങ്കുവയ്ക്കാനുള്ള വേദികൾ, തുറന്ന് സംസാരിക്കാനുള്ള വേദികൾ നമ്മുടെ ഭവനങ്ങളിൽ രൂപപ്പെടുന്നുണ്ടോ എന്നുള്ളത് ഒരു വലിയ ചിന്തയാണ്. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയും അതുതന്നെയാണ്. ഒന്ന്, തുറന്ന് സംസാരിക്കാൻ നല്ല സൗഹൃദങ്ങളില്ല, മാതാപിതാക്കളില്ല, മക്കളില്ല എന്നത് തന്നെ. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത്, തനിക്ക് ഇപ്രകാരം ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്ന് തുറന്നു പറഞ്ഞ ഒരുവളെ ഒരു പരിഹാസ പാത്രമാക്കി മാറ്റുവാൻ യൗസേപ്പ് ആഗ്രഹിച്ചില്ല എന്നാണ്. വീണുപോയി എന്ന് തുറന്നു സമ്മതിക്കുന്ന ചില മനുഷ്യരുണ്ട്. എനിക്ക് പറ്റിപ്പോയി, സംഭവിച്ചു പോയി, എനിക്കൊരു വീഴ്ചയുണ്ടായി എന്ന് പറയുമ്പോൾ ഇന്നത്തെ ലോകം ആഗ്രഹിക്കുന്നത് ആ വീഴ്ചകളെ ആഘോഷിക്കാനാണ്. എന്നാൽ ഇവിടെ യൗസേപ്പ് അവൾക്ക് സംഭവിച്ചു പോയതായ ഒരു സംഭവം, അല്ലെങ്കിൽ അവൾക്ക് വന്നു ഭവിച്ചതായ ഒരു കാരണം, അതിനെ എടുത്ത് ആഘോഷിക്കാതെ
എങ്ങനെ അവളോട് ചേർന്ന് നിന്നുകൊണ്ട് അവളെ കംഫർട്ട് ചെയ്തുകൊണ്ട് ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ അവളെ സഹായിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുകയാണ്. തന്നെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല സംഭവിച്ചത് എന്നറിഞ്ഞപ്പോൾ അവൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്: ഏറ്റുപറഞ്ഞവളെ വീണ്ടും ആ കാര്യം പറഞ്ഞ് ഉപദ്രവിക്കാതെ, ഏറ്റുപറഞ്ഞവളെ വീണ്ടും ആ കാര്യങ്ങൾ പറഞ്ഞ് നോവിക്കാതെ സ്വതന്ത്രമായി വിടാൻ എങ്ങനെ സാധിക്കും എന്നവൻ ചിന്തിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു വലിയ പ്രത്യേകത, ഒരാള് വീഴ്ച സംഭവിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കുന്നത് ആ വീഴ്ചയെ എങ്ങനെ ആഘോഷിക്കാമെന്നാണ്. വീഴ്ചകളെ ആഘോഷിക്കാതെ ശാന്തമായി സ്വതന്ത്രമായി അതിനെ തുറന്നു വിടുവാൻ, വീഴ്ച സംഭവിച്ചവരെ സ്വസ്ഥമായി വിടുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്, ഇത് തന്നോട് കാണിച്ചൊരു വിശ്വാസവഞ്ചനയാണ് എന്ന് ചിന്തിക്കാവുന്ന ഇടത്തു നിന്നാണ് യൗസേപ്പ് ആരംഭിക്കുന്നത്. അത് വാസ്തവമാണ്. അക്കാലത്തിൽ വിവാഹത്തിൽ ഭാര്യാഭർത്താക്കന്മാർ കൂടി വരുന്നതിന് മുമ്പ് കന്യക ഗർഭിണിയായി എന്ന് തിരിച്ചറിയുമ്പോൾ ഏത് ഭർത്താവിനും തോന്നുന്ന ഒരു ക്രോധം, ദേഷ്യം, അവളെ എങ്ങനെയെങ്കിലും ഉപദ്രവിച്ച് മറ്റുള്ളവരുടെ മുമ്പാകെ പ്രതികാരം ചെയ്യണം എന്നുള്ള ചിന്ത. പക്ഷേ യൗസേപ്പ് അവളെ വിധിക്കാതെ വിധി ദൈവത്തിന് മാറ്റിവെച്ചു എന്നുള്ളതാണ്. അവളുടെ തെറ്റാണോ അതോ മറ്റാരെങ്കിലും അവളെ വഞ്ചിച്ചതാണോ ഒന്നും തനിക്കറിയില്ല. പക്ഷെ തൻ്റേതല്ലെന്ന് മാത്രം തനിക്കറിയാം. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയെ മറ്റാരുടെയും മുമ്പാകെ വിധിക്കാതെ, മറ്റാർക്കും അവളെ വിധിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കാതെ സ്വസ്ഥമായും ശാന്തമായും അവളെ ഉപേക്ഷിക്കാൻ അവൻ ആഗ്രഹിക്കുകയാണ്. വിധി നടപ്പാക്കേണ്ടത് ദൈവമാണ്. എനിക്ക് ആരെയും വിധിക്കാൻ അധികാരമില്ല. അതുകൊണ്ട് ഈ വിധി ദൈവത്തിന് ഞാൻ വിട്ടുകൊടുക്കുന്നു എന്ന ചിന്തയിലാണ് യൗസേപ്പ് അവളെ സ്വതന്ത്രമായി വിടുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യൗസേപ്പ് എങ്ങനെയാണ് നീതിമാനായത് എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മളെ ചിന്തിപ്പിക്കുന്ന, അല്ലെങ്കിൽ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ നമ്മളെ മനസ്സിലാക്കി തരുന്ന 3 ചിന്തകളാണ്. ഒന്ന്, യൗസേപ്പ് ആ വീട് തുറന്നു സംസാരിക്കാനുള്ള, സ്വതന്ത്രത്തോടെ വിശ്വാസപൂർവ്വം തുറന്നു സംസാരിക്കാനുള്ള ഒരു ഭവനമാക്കി രൂപാന്തരപ്പെടുത്തി. രണ്ടാമത്തെ ചിന്ത, വീഴ്ച ഏറ്റുപറഞ്ഞവളെ അവളുടെ വീഴ്ചയെ പിന്നീട് ആഘോഷിക്കാൻ യൗസേപ്പ് ആഗ്രഹിച്ചില്ല. ഏറ്റവും വലുത് പ്രതികാരം ദൈവത്തിന് വിട്ടുകൊടുത്തു, വിധി ദൈവത്തിന് വിട്ടുകൊടുത്തു. ഞാൻ ദൈവമല്ല എന്ന തിരിച്ചറിവിൽ വിധി നൽകേണ്ടത് ദൈവമാണെന്നുള്ള ബോധ്യത്തിൽ അവളെ ഉപേക്ഷിക്കാൻ യൗസേപ്പ് ആഗ്രഹിക്കുകയാണ്. നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ ഇത്തരത്തിൽ ചിന്തിക്കാനുള്ള, ഇത്തരത്തിൽ കാര്യങ്ങളെ വിചിന്തനം ചെയ്ത് ക്രമപ്പെടുത്തുവാനുള്ള പരിശുദ്ധാത്മ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ഭവനങ്ങൾ തുറന്ന് സംസാരിക്കാനുള്ള വേദികളാകട്ടെ. വീഴ്ച സംഭവിച്ചു എന്ന് പറയുന്നവരോട് കരുണാപൂർവ്വം പെരുമാറാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പ്രചോദിപ്പിക്കട്ടെ. ഏറ്റവും അവസാനം, ആരെയും വിധിക്കാതെ വിധി മുഴുവൻ ദൈവത്തിന് വിട്ടുകൊടുക്കുവാൻ, ദൈവം വിധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ, ദൈവം വിധിക്കട്ടെ എന്ന് ആശംസിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ആയതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.